സമാധാനം നിലനിർത്താനുള്ള നമ്മുടെ ശ്രമങ്ങൾക്ക് കാലത്ത് നേരത്തെ തന്നെ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇന്നലെ തന്നെ രാത്രി വടകരയിൽ എത്തിച്ചേർന്ന് കൃത്യസമയത്ത് ഈ പരിപാടിയിലേക്ക് വന്നു ചേർന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാദരണീയനായ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ KC വേണുഗോപാൽ അവർക്ക് കുറ്റ്യാടിയുടെ ഹൃദയം നിറഞ്ഞ സമരാഭിവാദ്യങ്ങളിലൂടെ നേരാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് UDFന്റെ പ്രവർത്തകരെക്കാൾ കൂടുതൽ ഈ നാട്ടിലെ ജനങ്ങളോടാണ്. ഞാൻ MP ആയതിനു ശേഷം ഇത് മൂന്നാമത്തെ ഇൻസിഡന്റ് ഇവിടെ UDF വീടുകൾക്ക് നേരെ. അതിന്റെ മുമ്പ് ഒരുപാട് ചരിത്രവർക്ക് എല്ലാവർക്കും പറയാനുണ്ട്. മൂന്നാമത്തെ ഇൻസിഡന്റ് ആണ്. നമ്മുടെ വിഷ്ണുവിന്റെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞു, കൊക്കേട്ടിന്റെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞു, 1.5 വയസ്സുള്ള ഒരു കുഞ്ഞു വരെ കിടന്നുറങ്ങുന്ന വീടിനകത്തേക്ക് ബോംബെറിഞ്ഞ് പേടിച്ച് കട്ടിലിന്റെ അടിയിലേക്ക്, ഡൈനിങ് ടേബിളിന്റെ മേശയുടെ അടിയിലേക്ക് ഒളിച്ചിരുന്നതിന്റെ അനുഭവങ്ങളൊക്കെ അവർ പറഞ്ഞു. ആ 2 കേസിലും ഒരാളെ പോലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ വേറൊരു നുണബോംബ് ഈ കുറ്റ്യാടിയിൽ പൊട്ടിക്കാൻ ശ്രമിച്ചു. കാഫിർ സ്ക്രീൻഷോട്ട് എന്ന നുണബോംബ് ഇവിടെ പൊട്ടിക്കാൻ ശ്രമിച്ചിട്ട് അത് നിങ്ങളുടെ കയ്യിലിരുന്ന് തന്നെ പൊട്ടി. അതിന്റെ യഥാർത്ഥ പ്രതികളെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. അതും കഴിഞ്ഞ് ഇപ്പൊ ഇതാ ബിദുൽ ബാൽ എന്ന് പറയുന്ന KSU നേതാവ് ഒരു കരിങ്കൊടി സമരം നടത്തിയതിന്റെ പേരിൽ രാത്രി 12:30 മണിക്ക് അച്ഛനും അമ്മയും സാധാരണ കിടന്നുറങ്ങുന്ന വീട്ടിലേക്ക് ബോംബെറിയാണ്. നിങ്ങൾ കണ്ടതാണ്. അവസാനം സമ്മർദ്ദം താങ്ങാൻ വയ്യാതെ അറസ്റ്റ് ചെയ്തപ്പോ അറസ്റ്റ് ചെയ്യപ്പെട്ടത് DYFI നേതാവായ ഒരു മാഷ്. ബോംബ് ഉണ്ടാക്കുന്നവനും എറിയുന്നവനും സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സാഹചര്യം കുറ്റ്യാടിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന കാര്യത്തിന് ഒരു സംശയവും വേണം. ഇവിടുത്തെ പൊതുജനങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ബോംബെറിഞ്ഞാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റും. ആർക്കെങ്കിലും പരിക്കേറ്റാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റും. നാട്ടിൽ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റും എന്നൊരു തെറ്റിദ്ധാരണ കുറ്റ്യാടിയിൽ ഒരു പാർട്ടിക്കും വരാൻ പാടില്ല എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ കൂടെയുള്ള ഒരു ഉത്തരവാദിത്തമാണെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുന്നു. കുറ്റ്യാടിക്കാരന്റെ കയ്യിന്റെ വിരലിൽ ഇത്തവണ മഷി പുലരുന്നത്, അത് മഷി പകരുന്നത് നാടിന്റെ സമാധാനത്തിന് വേണ്ടിയാണെങ്കിൽ അവരുടെ വോട്ട് ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണിക്കാവട്ടെ, പാറക്കലിനാവട്ടെ എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുകയാണ്. പാറക്കലും അഭിജിത്തും ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ ഇവിടെയുണ്ട്. നമുക്ക് ഈ നാടിനെ വീണ്ടെടുക്കണം. ഈ നാടിന്റെ വികസന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഈ നാടിന്റെ ജനതയെ ജാതിക്കും മതത്തിനും അതീതമായി ചേർത്ത് പിടിക്കണം. അതിനുവേണ്ടി നമ്മൾ നടത്തുന്ന ശ്രമങ്ങൾ അത് നാടിന്റെ സമാധാനത്തിന് വേണ്ടി കൂടിയാണ് എന്നുള്ളതാണ് ഈ രാവിലെ തെളിയിക്കുന്നത്. ഇതിൽ പങ്കാളികളായ മുഴുവൻ ആളുകൾക്കും നേതൃത്വം നൽകിയ UDYF-നും എല്ലാവർക്കും ഹൃദയാഭിവാദ്യങ്ങൾ നേരുന്നു. കുറ്റ്യാടിക്ക് ഇത്തവണ ഒരു MLA ഉണ്ടെങ്കിൽ കേസേട്ടാ 330 ചില്ലറ വോട്ടിനാണ് കഴിഞ്ഞ തവണ നമ്മൾ പരാജയപ്പെട്ട കുറ്റ്യാടി. അന്ന് നമുക്ക് മണിയൂർ പഞ്ചായത്തില്ല. ഇപ്പൊ 10 പതിറ്റാണ്ടുകൾക്ക് ശേഷം മണിയൂർ പഞ്ചായത്തിന്റെ ഭരണം അവർ തിരിച്ചു പിടിച്ചു. അങ്ങനെ പരാജയപ്പെടുമ്പോൾ നമുക്ക് പുറമേരി പഞ്ചായത്ത് ഇല്ല. ഇപ്പൊ 10 പതിറ്റാണ്ടുകൾക്ക് ശേഷം പുറമേരി പഞ്ചായത്ത് നമ്മൾ തിരിച്ചു പിടിച്ചു. ഒരൊറ്റ സീറ്റിനോ 11 വോട്ടിനോ മറ്റോ ആണ്, ചില്ലാന വോട്ടിനാണ് ഈ കുറ്റ്യാടി പഞ്ചായത്ത്. അപ്പോ അവിടുന്ന് രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒരുപാട് മാറി. കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒരുപാട് മാറി. കേരളം നമ്മൾ സെഞ്ചുറി അടിക്കാൻ പോകുമ്പോ അതിലൊന്ന് കുറ്റ്യാടി ആയിരിക്കണം എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നാദാപുരത്തിന്റെ 4.5 പതിറ്റാണ്ടിന്റെ ചരിത്രം തിരുത്തി അവിടെ ഒരു ഊർജ്ജസ്വലനായിട്ടുള്ള യുവ സാരഥി പ്രിയപ്പെട്ട അഭിജിത്തും ജയിച്ചു വരണമെന്ന് ജനം ആഗ്രഹിക്കുന്നു. ബാക്കി നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ. അപ്പോ നിങ്ങൾ എല്ലാവരും ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും അഭിവാദ്യങ്ങൾ, എല്ലാവർക്കും സ്നേഹാശംസകൾ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF. പ്രദേശങ്ങളിലെയും സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് നടന്നു വരുമ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ സഹോദരി തങ്കം ഉണ്ടായിരുന്നു. അവര് പറയുകയായിരുന്നു, ബിദുൽ എന്ന് പറയുന്നവരുടെ മകൻ കണ്ണൂരിൽ വെച്ച് വിദ്യാർത്ഥി സംഘടനയുടെ ആഹ്വാനം അനുസരിച്ചൊരു പ്രതിഷേധം നടത്തിയതിന് ആ വീട്ടിലേക്ക് ബോംബെറിഞ്ഞതിന്റെ ദുരനുഭവങ്ങൾ അവർ വിവരിക്കുകയായിരുന്നു. ഇതൊരു തങ്കത്തിന്റെ മാത്രം കഥയല്ല. ഈ നാദാപുരത്തും കുറ്റ്യാടിയിലും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ ഒരുപാട് വർഷമായിട്ട് ഒരുപാട് അമ്മമാരുടെ വേദനയും കരച്ചിലും ഉണ്ടായിട്ടുള്ളത് ഈ ദുരനുഭവങ്ങളിലാണ്. അക്രമ രാഷ്ട്രീയം, തങ്ങളെ എതിർക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെ ഇല്ലാതാക്കാൻ ബോംബ് നിർമ്മാണം ഒരു കുടിൽ വ്യവസായമാക്കി മാറ്റിയ പാർട്ടിയാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇനി ഞാൻ അത്ഭുതപ്പെടുകയാണ്, CPM-ന്റെ പ്രകടന പത്രികയിൽ ബോംബ് നിർമ്മാണത്തിന് പ്രത്യേകമായിട്ട് ഗ്രാന്റ് അനുവദിച്ചിട്ടില്ലെങ്കിൽ മാത്രമേ നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമുള്ളൂ. അവർക്ക് പാവപ്പെട്ട ജനങ്ങളെ കുറിച്ച് അല്ലല്ലോ ഉൾക്കണ്ട. നമ്മൾ കണ്ടതല്ലേ, പാർട്ടിക്കകത്തൊരാൾ ചോദ്യം ചോദിച്ചാൽ
വീട്ടിൽ പോയി ചോദിക്കാൻ പറയുന്ന മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. അങ്ങനെ ചോദ്യം ചോദിച്ച, പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ച ചന്ദ്രശേഖരനെയാണ് 52 വെട്ട് വെട്ടിയിട്ട് കുണ്ടമാക്കി മാറ്റിയത്. ആ ഓർമ്മയിൽ നിന്നും കേരളം ഇപ്പോഴും മാറിയിട്ടില്ല. CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ സ്വന്തം പാർട്ടിക്കകത്ത് പോലും നടത്തുന്ന അക്രമ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായിട്ടാണ് രമ ഇപ്പോഴും ഈ കേരള രാഷ്ട്രീയത്തിൽ നിലകൊള്ളുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കേരളം ആഗ്രഹിക്കുന്ന സമാധാനമാണ്. നമ്മുടെ എത്രയോ ആളുകൾ, നമ്മുടെ ചെറുപ്പക്കാരടക്കം, സഹോദരിമാരടക്കം, പ്രായമായവരടക്കം ഗൾഫ് നാടുകളിൽ പാടുപെട്ട് കഷ്ടപ്പെടുകയാണ്. ആ ശങ്കയുടെ മുൾമുനകളിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന രീതിയിൽ വരുമാനത്തെ പോലും ബാധിച്ചുകൊണ്ട് അവർ ദുഃഖത്തിലൂടെ നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. നാട്ടിൽ സമാധാനം അവരും ആഗ്രഹിക്കുന്നു. ആ സമാധാനം കിട്ടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ഈ നാട്ടിലെ ഐക്യ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളത്. കാരണം ഇപ്പോ ഈ ബോംബ് നിർമ്മാണത്തിനും ഈ ആക്രമണത്തിലൊക്കെ കൂട്ടുനിൽക്കുന്ന ആരാ? പിണറായിയുടെ പോലീസാണ്. ഒരു നടപടി അവർ സ്വീകരിക്കാറില്ല. ആകെ സ്വീകരിക്കുന്നത് പിണറായിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം അല്ലാതെ മറ്റൊന്നും കേരള പോലീസിന് ഇപ്പൊ ചെയ്യാനില്ല, നാട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ. അപ്പൊ ആ സമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഉജ്ജ്വലമായിട്ടുള്ള യാത്രയാണ് ഇന്ന് നടത്തിയത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ അഭിവാദ്യം ചെയ്യുന്നു. കേവലം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാത്രമല്ല, ഈ നാടിന്റെ സമാധാനവും നമ്മുടെ ലക്ഷ്യമാണ് എന്ന് കണ്ടുകൊണ്ട് ഇന്നത്തെ പ്രഭാതം നമ്മൾ സമാധാനത്തിന് വേണ്ടി നീക്കിവച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാം അങ്ങേയറ്റം അഭിവാദ്യം ചെയ്യുകയാണ്. അങ്ങേയറ്റം സന്തോഷത്തോടെ പാറക്കലും അഭിജിത്തും ഇവിടെയുണ്ട്. രണ്ടുപേരും നമുക്ക് ഏറ്റവും അഭിമാന താരങ്ങളായിട്ടുള്ളതാണ്. രണ്ടുപേരെയും മഹാഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. സമാധാനം വേണം എന്നതാണ് ഇന്നത്തെ ഈ പീസ് വാക്കിന്റെ മോർണിംഗ് യാത്രയുടെ ലക്ഷ്യം. കഴിഞ്ഞ 2016 നിങ്ങൾ എന്നെ ജയിപ്പിച്ചപ്പോ 2 മാസക്കാലം നമുക്കിവിടെ പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെ നിരോധനാജ്ഞയായിരുന്നു, ഇവിടെ ബോംബേറായിരുന്നു, ഇവിടെ സംഘർഷമായിരുന്നു. അതൊക്കെ 2 മാസക്കാലം വോട്ടർമാരോട് നന്ദി പറയാൻ പോലും ജയിച്ച സ്ഥാനാർത്ഥിയായ എനിക്കിങ്ങോട്ട് വരാൻ സാധിച്ചിട്ടില്ല. ആ അവസ്ഥാവിശേഷം നമ്മൾ മാറ്റി. കുറ്റ്യാടിയിൽ 10 വർഷമായി സമാധാനമാണ്. ആ സമാധാനം ഇവിടെ നിലനിൽക്കണം. ഇപ്പോഴത് വീണ്ടും തകർക്കാനുള്ള ശ്രമമാണ്. അതിനെതിരെയാണ് ഇന്ന് സമാധാന യാത്ര, ഇന്ന് മോർണിംഗ് വാക്ക്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആരോഗ്യമന്ത്രിയെ തടഞ്ഞതിന്റെ പേരിൽ, ആരോഗ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന വിതുൽ ബാലന്റെ തോടന്നൂരിലുള്ള വീട്ടിൽ രാത്രി 12:30 മണിക്ക് ഒരു സംഘം വന്ന് മാരകമായ ബോംബെറിഞ്ഞ് ഭീതി സൃഷ്ടിച്ച് ആ വീട്ടിനകത്ത് 2 വൃദ്ധ മാതാപിതാക്കൾ മരണം മുന്നിൽ കണ്ട് കഴിയേണ്ടി വന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം വീണ്ടും ചാനിയങ്കടവ് പോലുള്ള പ്രദേശങ്ങളിൽ വീണ്ടും അക്രമ രാഷ്ട്രീയം അഴിഞ്ഞാടുകയാണ്. അതുകൂടാതെ വില്യാപ്പള്ളി പഞ്ചായത്തിൽ ഒരു വീടിന് മുകളിൽ നിന്ന് ബോംബ് പെട്ടി 18-20 വയസ്സ് പ്രായമുള്ള ഒരു DYFI CPM പ്രവർത്തകന്റെ കൈപ്പത്തി തെറിച്ചു പോവുകയാണ്. അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. ഇവിടെ നിരന്തരമായി അക്രമം നടക്കുന്നത് കൊണ്ട് ഇതിനെതിരെ സമാധാന സന്ദേശമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കുറ്റ്യാടിയിൽ സമാധാനം പുലരണം. ഇവിടെ കുറ്റ്യാടിയിൽ സമാധാനത്തിന് നേതൃത്വം കൊടുക്കാൻ AICCയുടെ ജനറൽ സെക്രട്ടറി ഇന്നലെ രാത്രി ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് ഞങ്ങളോട് ഇന്ന് കാലത്ത് 6 മണി മുതൽ ഈ യാത്ര വിജയിപ്പിക്കാൻ, ഇതിന് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ടായി എന്നുള്ളത് കുറ്റ്യാടിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ മുഹൂർത്തമാണ്. അതുപോലെ തന്നെ പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളോടും നമ്മുടെ MP ഷാഫി പറമ്പിലിനോടുമുള്ള അഗൈതവമായ നന്ദി ഇവിടെ പ്രകാശിപ്പിച്ചുകൊണ്ട് എല്ലാവരോടും കോണി അടയാളത്തിൽ
വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ജയ് ഹിന്ദ്. ഒരു വികസന നായകനേ ഉള്ളൂ. അത് കുറ്റ്യാടിയിലെ എക്കാലത്തെയും ചരിത്രം നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഈ നാടിനെ കേരളത്തിൽ അടയാളപ്പെടുത്തിയത്, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വികസനം എന്തെന്ന് കാണിച്ചു കൊടുത്തത്, ആ നായകന്റെ പേര് അഭിമാനത്തോടെ പറയുന്നു. അത് പാറയ്ക്കൽ അബ്ദുള്ള എന്നല്ലാതെ മറ്റൊന്നല്ല എന്നത് ഈ നാടറിയുന്ന യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, പാറയ്ക്കൽ ജയിക്കേണ്ടത് കാലത്തിന്റെ അനിവാര്യതയാണ്. ഇന്ന് UDYF-ന്റെ ജാഥയുമായി കടന്നു വരുമ്പോ ഇത് ശാന്തിക്കും സമാധാനത്തിനും വേണ്ടിയുള്ള യാത്രയായിട്ടാണ് നമ്മൾ വന്നത്. ഒരു കാര്യം നമ്മൾ തീർച്ചയാക്കണം, ഇന്ന് പരാജയ വേദിയിൽ ഇവിടെ എന്ത് അക്രമവും എന്തും നടത്താമെന്ന് തീരുമാനിച്ച് മറ്റൊരു കൂട്ടർ ഇറങ്ങിയാൽ ആ കൂട്ടരെ ഇത്തവണ ജനങ്ങൾ വീട്ടിലിരുത്തുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ടായിരിക്കും ഈ കുറ്റ്യാടിയിലേത് എന്ന കാര്യത്തിൽ തർക്കമില്ല. നിങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം കോണി അടയാളത്തിൽ രേഖപ്പെടുത്തി പ്രിയപ്പെട്ട പാറയ്ക്കൽ അബ്ദുള്ളയെ ചരിത്ര ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒരു വാക്ക് നാദാപുരത്തെ കുറിച്ചുകൂടി. നാദാപുരത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകണമെങ്കിലും കുറ്റ്യാടി ടച്ച് ചെയ്യാണ്ട് പോകാൻ പറ്റൂല. മുമ്പിൽ നിൽക്കുന്നതിൽ പലരും തൊട്ടപ്പുറത്തുകാരാണ്. അതുകൊണ്ട് നാദാപുരത്ത് ഞാനും മത്സരിക്കുകയാണ്. നാദാപുരത്ത് തെരഞ്ഞെടുപ്പ് ചിഹ്നം കൈപ്പറ്റിയാണ്. നിങ്ങളുടെ വോട്ടുകൾ, നിങ്ങളുടെ ബന്ധുക്കളുടെ, കുടുംബക്കാരുടെ, പരിചയക്കാരുടെ ഒക്കെ വോട്ടുകൾ എനിക്ക് അനുകൂലമായി അവരോട് പറഞ്ഞ് UDF സ്ഥാനാർത്ഥിയായ KM അഭിജിത്തിനെ വിജയിപ്പിക്കാൻ നിങ്ങളും ശ്രമിക്കണമെന്നുള്ള അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെച്ച് ഏവരെയും അഭിവാദ്യം ചെയ്ത് നിർത്തുന്നു. ജയ് ഹിന്ദ്. മതേതര ഇന്ത്യക്ക് ശക്തി പകർന്നുകൊണ്ടിരിക്കുന്ന KC വേണുഗോപാൽജി, ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിൽ, ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥിമാരായിട്ടുള്ള പാറയ്ക്കൽ അബ്ദുള്ള, അഭിജിത്ത്, മറ്റിവിടെ സന്നിധരായ ഏറെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, വർഗീയ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ഒരു മാസം നീണ്ടുനിന്ന കാൽനട യാത്ര നടത്തിയ വ്യക്തിയാണ് ഞാൻ. ഇന്ന് അതേ ആവശ്യവുമായി കുറ്റ്യാടിയിൽ ഇവിടെ ഒരു സമാധാന യാത്ര നടത്തുമ്പോൾ അതിൻ്റെ അംഗമാവുക എന്നുള്ളത് എൻ്റെ ധാർമ്മികപരമായ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്ന് ഏറെ നേരത്തെ പാണക്കാട് നിന്ന് വന്ന് ഇവിടെ എത്തി ബഹുമാനരായ KCയുടെയും ഷാഫിയുടെയും മറ്റ് നേതാക്കന്മാരുടെയൊക്കെ കൂടെ നടന്നപ്പോൾ ഇവിടെ ആര് എന്ത് അക്രമം വഹിച്ചുവിട്ടാലും അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഇവിടെ ആൺകുട്ടികളുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു വലിയ ജാഥയാണ് ഇവിടെ നടന്നത്. ഈ രണ്ട് സ്ഥാനാർത്ഥികളെയും നിങ്ങൾ ഉജ്ജ്വല ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.